ലേവ്യ പുസ്തകം അധ്യായം 23. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവം വീണ്ടും മോശയോട് കൽപ്പിച്ചു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, എൻ്റെ ഉത്സവങ്ങൾ, വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ ഉത്സവങ്ങൾ ഇവയത്രേ. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടതായ സ്വസ്ഥതയുള്ള ശാബത്. അന്ന് ഒരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് കർത്താവിൻ്റെ ശാബത് ആകുന്നു. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന കർത്താവിൻ്റെ ഉത്സവങ്ങൾ ഇവ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് കർത്താവിൻ്റെ പെസഹ. ആ മാസം 15-ാം തീയതി കർത്താവിന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾ വിശുദ്ധ സഭായോഗം കൂടണം. സാധാരണ ജോലിയൊന്നും ചെയ്യരുത്. നിങ്ങൾ 7 ദിവസം കർത്താവിന് ദഹനയാഗം അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. അന്ന് സാധാരണ വേല യാതൊന്നും ചെയ്യരുത്. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ അവൻ ആ കറ്റ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കണം. ശാബത്തിന്റെ പിറ്റേ ദിവസം പുരോഹിതൻ അത് സമർപ്പിക്കണം. കറ്റ സമർപ്പിക്കുന്ന ദിവസം നിങ്ങൾ കർത്താവിന് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻകുട്ടിയെ അർപ്പിക്കണം. അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവ് ആയിരിക്കണം. അത് കർത്താവിന് സൗരഭ്യവാസനയായുള്ള ദഹനയാഗമാകണം. അതിൻ്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമോ മലരോ കതിരോ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമായിരിക്കണം. ശാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ സമർപ്പണത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ എണ്ണി 7 ശാബത് തികയണം. 7-ാമത്തെ ശാബത്തിന്റെ പിറ്റേ ദിവസം വരെ 50 ദിവസം എണ്ണി കർത്താവിന് പുതിയ ധാന്യം കൊണ്ട് 1 ഭോജനയാഗം അർപ്പിക്കണം. അർപ്പണത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ചുണ്ടാക്കിയതും ആയിരിക്കണം. അത് കർത്താവിന് ആദ്യ വിളവും. അപ്പത്തോടുകൂടി 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻകുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജന യാഗവും പാനീയയാഗവും കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗമായി കർത്താവിന് ഹോമയാഗമായിരിക്കണം. 1 കോലാട്ടുകൊറ്റനെ പാപയാഗമായും 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടി ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യണം. അവ പുരോഹിതനു വേണ്ടി കർത്താവിന് വിശുദ്ധമായിരിക്കണം. അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. അന്ന് സമാധാന വേല യാതൊന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ സകല ഭവനങ്ങളിലും തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമായിരിക്കണം. നിങ്ങളുടെ നിലത്തിലെ വിളവ് എടുക്കുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്.
കാല പെറുക്കുകയും അരുത്. അത് ദരിദ്രനും പരദേശിക്കുമായി വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആകുന്നു. ദൈവം പിന്നെയും മോശയോട് കൽപ്പിച്ചു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ സ്മരണയും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥമായ ദിവസവുമായിരിക്കണം. അന്ന് സാധാരണ വേല യാതൊന്നും ചെയ്യാതെ ദൈവത്തിന് ദഹനയാഗം അർപ്പിക്കണം. വീണ്ടും ദൈവം മോശയോട് കൽപ്പിച്ചു, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉപവസിക്കുകയും ദൈവത്തിന് ദഹനയാഗം അർപ്പിക്കുകയും വേണം. അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം കഴിക്കുവാനുള്ള പാപപരിഹാര ദിവസം ആകുന്നു. അന്ന് ഉപവസിക്കാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അന്ന് ആരെങ്കിലും എന്തെങ്കിലും വേല ചെയ്താൽ അവനെ ഞാൻ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല ഭവനങ്ങളിലും ശാശ്വത നിയമമായിരിക്കണം. അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശാബതാകുന്നു. അന്ന് നിങ്ങൾ ഉപവസിക്കണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം സന്ധ്യ വരെ നിങ്ങൾ ശാബത് ആചരിക്കണം. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം കർത്താവിന് കൂടാരപ്പെരുന്നാൾ ആകുന്നു. 1-ാം ദിവസം വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം. അന്ന് സാധാരണ വേല ഒന്നും ചെയ്യരുത്. 7 ദിവസം കർത്താവിന് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾ വിശുദ്ധ സഭായോഗം കൂടണം. ദൈവത്തിന് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗമാകുന്നു. സാധാരണ വേല യാതൊന്നും ചെയ്യരുത്. കർത്താവിൻ്റെ ശാബതുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ കർത്താവിന് കൊടുക്കുന്ന സകല സ്വമേധാദാനങ്ങളും കൂടാതെ അതത് ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കുവാൻ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ട കർത്താവിൻ്റെ ഉത്സവങ്ങൾ ഇവയാകുന്നു. ഭൂമിയിൽ നിന്ന് ഫലശേഖരണം കഴിഞ്ഞ് 7-ാം ദിവസം 15-ാം തീയതി കർത്താവിന് 7 ദിവസം പെരുന്നാൾ ആചരിക്കണം. ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസവും വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈന്തപ്പനയുടെ കുരുത്തോലയും തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലാരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. ആണ്ടുതോറും 7 ദിവസം കർത്താവിന് ഈ പെരുന്നാൾ ആചരിക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാകുന്നു. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതി അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളെല്ലാം കൂടാരങ്ങളിൽ താമസിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. അങ്ങനെ മോശ കർത്താവിൻ്റെ പെരുന്നാളുകൾ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.